ഹായ്, വെൽക്കം ടു ജോഗ്രഫി ബൈ SLM. മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ താപവ്യാപന പ്രക്രിയകളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താണ് മക്കളെ താപചാലനം? സൗരോർജം ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നു, അത് ഭൗമോപരിതലത്തെ മുഴുവനായും ചൂടുപിടിപ്പിക്കുന്നു. അങ്ങനെ ചൂടുപിടിച്ചതിന് ശേഷം ഭൗമോപരിതലത്തോട്, നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭാഗവും ചൂടുപിടിക്കൂലേ? ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനെയാണ് നമ്മൾ താപചാലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംവഹനം? ഇങ്ങനെ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗം ചൂടുപിടിച്ചാൽ അവിടത്തെ വായുവും ചൂടുപിടിക്കുന്നു. അങ്ങനെ വായു വികസിച്ച് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ അന്തരീക്ഷത്തിന്റെ മുകളിലെ ഭാഗവും ചൂടുപിടിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു മക്കളെ? സംവഹനം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മക്കളെ അഭിവഹനം? ഈ സമയത്താണ് ഇതിലൂടെ ഒരു കാറ്റ് വരുന്നത്. ഈ കാറ്റ് ഈ ചൂടിനെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെയും ചൂടാക്കില്ലേ? ഇതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, എന്താണ് വികിരണം? വികിരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഭൗമോപരിതലം ചൂട് പിടിച്ചതിന് ശേഷം നമ്മുടെ ഭൂമി അതിൻ്റെ ഊർജത്തെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. ഇങ്ങനെ പുറന്തള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.